ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്നിപ്പോൾ കുടജാത്രയ്ക്ക് പോകാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് കുഞ്ഞാപ്പിനെ കിടത്തി ഉറക്കി കേട്ടോ. അപ്പോൾ ഞാൻ ഒച്ചക്കുറവ് പറയാമെന്ന് വിചാരിച്ചത്. കുഞ്ഞാപ്പിനെ ഉറക്കിയിട്ട് കുഞ്ഞാപ്പിനെ കൂട്ടില്ല, അച്ഛനും അമ്മയില്ല, ഞാനും ചേച്ചിയും കണ്ണേട്ടനും ഉണ്ണിയും ലിജീഷേട്ടനും ഞങ്ങൾ 4 പേരും കൂടി ആട്ടോ 4-5 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്കുള്ളതിന് പോവാണ്. പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. കുഞ്ഞാപ്പി നല്ല ഉറക്കിലാട്ടോ, ഓളെ കൂട്ടുന്നില്ല, കൂട്ടിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈശ്വരാ വെയിലുണ്ടായിനോ ഗൈസ്. ഞങ്ങളിതാ പൊരി വെയിലത്ത് ഗുഡജാത്രയ്ക്ക് പോകാനുള്ള ജീപ്പിൻ്റെ അടുത്തേക്ക് പോവുക, ജീപ്പ് സ്റ്റാൻഡിലോട്ട്. ഓല് നടന്നതാ അവിടെ എത്തി. ഈ ജീപ്പിലാ 1:50 സ്റ്റാർട്ട് ചെയ്തേ. 1:50 അല്ലേ? കരിക്ക് കുടിച്ചാൽ ചേച്ചി ഏകദേശം ഇച്ചിരി ക്ഷീണം ഉണ്ടാവും, കുറവുണ്ടാവും. പിന്നെ ഛർദിക്കുന്നതിനും നല്ലതാണ്. വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളതാ പോകുന്ന വഴിക്കൊന്നും ഇറങ്ങിയതാട്ടോ. മേലെ ഒന്നും കിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും കരിക്ക് എന്തെങ്കിലും വാങ്ങി കുടിക്കാന്ന് വിചാരിച്ചു. അല്ല, ലൈലും ഉണ്ട്. അങ്ങനെ ഞങ്ങള് വാങ്ങി സോഡയും കുടിച്ചു തിരിച്ചു പോവാട്ടോ. ഞാൻ ഭയങ്കര കുലിക്കുണ്ടാവുള്ളൂ. ഇനി കട്ടിലോട്ടെന്ന് അതിന് തലവേദനേന്റെ മരുന്ന് വാങ്ങിച്ചതില്ല. ഇനി എടുക്കണ്ട കേട്ടോ, വീഡിയോ എടുക്കണം. റോഡ് തുടങ്ങി. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് ആ കയ്യൊന്ന് മാറ്റി ഒന്ന് കാണട്ടെ. അയ്യോ, തലയിൽ തോർന്ന് വന്നിട്ട് അതിന്റെ ആക്സിലായിട്ട് അയ്യോ കണ്ണട്ടാ, നിങ്ങള് ഉണ്ണി തട്ട് തേക്കല്ലേ. പക്ഷെ പൈപ്പ് ഇട്ടിട്ട് ആക്കിയ ചാളിയാവും. എല്ലാരും പൊടിയാണ്. പക്ഷെ അതിന്റെ അകത്ത് നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പകുതി ആശ്വാസല്ലേ. ഞാൻ കുഴപ്പമില്ല, തുടച്ച് ഞാനാ അങ്ങനെ ആക്കിയേ. തലയൊക്കെ തുടച്ച ഞമ്മക്ക്. അങ്ങനെ ഞങ്ങളിതാ നടക്കാൻ തുടങ്ങിട്ടോ. സത്യം പറഞ്ഞാല് ജീപ്പിലെ യാത്ര ഇമാതിരി അറിയൂലായിരുന്നു. അത്യാവശ്യം നല്ലോണം ക്ഷീണിച്ചിരുന്നു. ഞങ്ങള് പോകുന്ന വഴിക്ക് ഞങ്ങളിതാ ഒരു അമ്പലത്തിൽ കയറി. അവിടെ നിന്ന് കിട്ടിയ പ്രസാദം കേട്ടോ. ബ്രാല് പോലെ ബ്രാല്
ഗൈസ് ടയേർഡായി. ഒന്നാമത്തെ കാര്യം ആ ജീപ്പിലുള്ള വരവ്, അത് അത്യാവശ്യം നല്ല ഞങ്ങൾക്ക് ക്ഷീണം പിടിച്ചു വയ്ക്കാൻ. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് അവിടെ എത്തി ഞങ്ങൾ വൈക്കത്താലെ ഛർദ്ദിച്ച് വന്നത് എല്ലാവരും. ഞാൻ ഛർദ്ദിച്ചില്ല, ചേച്ചി ലിജീഷേട്ടനൊക്കെ നല്ല ഛർദ്ദിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് പാട് വെട്ടിക്കിനോടെ എത്താൻ. ഞങ്ങൾ 1:50 കയറിയിട്ട് ഇപ്പോൾ സമയം എത്രയായി? 3:45 അങ്ങനല്ലേ. ഇപ്പോഴാണ് ഞങ്ങളിവിടെ എത്തുന്നത്. 3:45 ഗൈസ്, 4 മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളവിടെ എത്തുന്ന നേരം. ആവുന്നില്ല കയറാൻ. പിന്നെ ഒരു ആശ്വാസമുള്ളത് എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല തണുത്ത കാറ്റാണ്. ചെറിയ വെയിലുണ്ട്, ബട്ട് നല്ല തണുത്ത കാറ്റായതുകൊണ്ട് നമുക്ക് ആ ക്ഷീണം അറിയുന്നില്ല. അതേ സമയത്ത് ചൂടായിരുന്നെങ്കിൽ നമുക്ക് കയറാനേ പറ്റൂല. പക്ഷേങ്കിൽ ഓഫ് റോഡ് അതൊരു 1.5 തന്നെയായിരുന്നു. തീരെ ആവുന്നില്ല അത്. എൻ്റെ കൂടെ ഉള്ളതല്ല, ഞാൻ ഏറ്റവും ബേക്കിലാണ്. അവരൊക്കെ കയറി അവിടെ എത്തി. എന്താ ഇണക്കുരുവികൾ നിൽക്കുന്നു? കയറി പോയിക്കൂടെ? മോശ കൂടെ വന്നോലൊക്കെ അവിടെ എത്തി. നിങ്ങൾ കയറി പോയിക്കോളൂ, ഞാൻ തിരിച്ചു തരും അവിടെ നിന്നൊക്കെ കൂടെ. ഗൈസ് അടിപൊളി വ്യൂ. ഗൈസ് അത് നോക്കിയേ, അവിടെ ഒരു ആൾക്കാർ നടന്നു വരുന്നത് കണ്ടത്. അതുകൊണ്ട് അവിടെ ഞങ്ങൾ വന്ന വഴിയത്. ഇപ്പോൾ സർവത്തുമുള്ള രാജ്യമ്മേൻ്റെ ഇപ്പോൾ ഓർക്കുന്നു. അമ്മയും അച്ഛനും വന്നിനെങ്കിൽ പെട്ടതായിരുന്നു. എന്ത് അകത്തുള്ളൊക്കെ ആ ലിജീഷേട്ടൻ തന്നെ പറയുന്നതാ. കുറച്ചും കൂടി ദൂരം പോയിനെങ്കിൽ അടുത്തത് ഞാനായിരുന്നു. ഏകദേശം നമ്മൾ സ്ഥലത്തെത്തിയില്ലേ. ഔ, ഗൈസ് ഏകദേശം ഞങ്ങൾ എത്തി. ഉണ്ണിയും കണ്ണേട്ടനും ദോണ്ടെ അവിടെ ഇരിക്കുന്ന പോലെ എപ്പോഴോ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഏകദേശം ഞങ്ങൾ എത്തി. കണ്ണേട്ടനും ഉണ്ണിയൊക്കെയാണത് അവിടെ ഇരിക്കുന്നത്. ഇവിടെ തളെ ആടുന്ന് കയറി തരും. 3:45 കയറിയതാ. 4:45 അടുത്തുനിന്ന് 1 മണിക്കൂർ എടുത്തു. 3 മണിക്കൂർ എടുത്തുന്ന പറയുന്നത് എല്ലാവരും. ഇവിടെ 1 മണിക്കൂർ എടുത്ത്. ആചാര്യ ടെമ്പിൾ ഇല്ലേ ശ്രീനഗർ, അവിടെ കയറുക, അവിടുന്ന് വെക്കുക, അവിടുന്ന് കയറി നേരെ ഇവിടേക്ക് വന്നാൽ മതി കാണാൻ. ഏറ്റവും മേലേന്ന് ഏറ്റവും താഴേക്ക്. ഭാര്യയും ഭർത്താവും കൂടി മത്സരം. ആ ഭാര്യയും ഭർത്താവുക. നിങ്ങളിപ്പോ ഇറങ്ങിയാൽ ഞങ്ങൾ ആടെ എത്തുന്നതിന് നിങ്ങൾ ജീപ്പ് കയറി വേണേ പോവുകയും ചെയ്യൂ. നിങ്ങൾ ആടെ എത്തിയാ പിന്നെ ജീപ്പാരും ചോദിക്കും നിങ്ങളെ കൂടെ വന്നോലൊക്കെ അവിടെ പോയി. നിങ്ങൾ എന്തറിയോ? ഞാൻ കണ്ടില്ല പറയണ്ടേ. അതെന്നെ ഉദ്ദേശിച്ചു. കണ്ടിട്ട് മാസ്കും പിള്ളേർ ആരതല്ലോ. അല്ല, എനിക്ക് അവിടെ നിന്ന് കിട്ടിയാ മതിയേ. നാലും കണ്ണേട്ടാ, ബാക്കിൽ ഞാൻ ഉണ്ടോ നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടായിനോ? അത് കേട്ടോ.
പാത്രത്തിൽ വാങ്ങിക്കുന്നു. അപ്പൊ അതെല്ലാരും ഒരാളെ പോയി നിന്നിട്ടേ ആ എല്ലാരും കുറച്ച് അത് പ്രധാനപ്പെട്ട അയ്യോ ഈ അമ്പലം കണ്ടപ്പോ ഒരു സമാധാനം, ഇവിടെ എത്തിയല്ലോ എന്നുള്ള. ജീപ്പ് കേറിയാ മതിയല്ലേ ഇനി ഈശ്വരാ. ഫൈനലി ഞങ്ങൾ നടന്നു ഇവിടെ എത്തി കേട്ടോ. ജീപ്പിന്റെ അടുത്ത് എത്തി. വൈക്കലുണ്ടെന്നോ? അയ്യോ സോളാർ സെറ്റിങ്സ്. ഞങ്ങൾ ജീപ്പുകാരൻ ഇവിടെ താഴെ വെയിറ്റിംഗ് അയക്കും. പറഞ്ഞത് 3/4 മണിക്കൂർ കൊണ്ട്. ഏച്ചി എത്ര മണിക്കൂർ കൊണ്ട് പോയി വരാൻ? 1.5 മണിക്കൂർ കൊണ്ട് പോയി വരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 5:45. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 5 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടോ. 3/4 മണിക്കൂർ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഉണ്ട്. 1.5 മണിക്കൂറാണ് ഇറങ്ങി വരും. ഇതെന്താണ് ചേട്ടാ? ചായ സംഭാരം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ചായയും കുടിച്ച് പിന്നെ സംഭാരം ഉണ്ടായിരുന്നു കേട്ടോ, അതും വാങ്ങിച്ചു. പക്ഷെ കുടിച്ചില്ല, കുപ്പിയിലാക്കി. പിന്നെ നേരെ പോവാണ് ഞങ്ങളെ വണ്ടി കേട്ടോ. അതുകൊണ്ട് കാണുന്നത് ഞങ്ങൾ അപ്പോൾ റിട്ടേൺ പോവുകയാണ് ഗൈസ്. പണ്ട് മാസിനെ കൂടിയിൽ പോകുമ്പോ നാറിന്റെ വെള്ളത്തുള്ള ഓർമ്മയില്ല. ഞങ്ങൾ അങ്ങനെ തിരിച്ച് ടെമ്പിൾ എത്തിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് 5:45 കയറിയത്. അപ്പോൾ 7:26 7:30 ഇവിടെ എത്താൻ. ഇനി അമ്മയും അച്ഛനൊക്കെ അമ്പലത്തിലുള്ള അങ്ങോട്ടേ പോട്ടെ. ശരി, ഓക്കെ. ഞങ്ങള് റൂമിലെത്തിട്ടോ. ഇനി ഒന്ന് കുളിക്കണം. എന്താ വെച്ചാൽ ആവുന്നില്ല. എല്ലാവരും സൈഡായിട്ട് ഞങ്ങള് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ച്. കാരണം അത്രയും നല്ലോണം മണ്ണ് തലയിലുണ്ടായിരുന്നു, ചളി മണ്ണ് പൊടിയൊക്കെ ആയിട്ട്. അതുകൊണ്ട് എല്ലാവരും കുളിച്ച് റെഡിയായി. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. രാത്രിയായി. ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാൻ വയ്ക്കാം. അപ്പം നാളെ രാവിലെ അത്ര ക്ഷീണം കുറഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ജസ്റ്റ് നമ്പർ 1 2 3. ചോറിന് തൈരുണ്ട്, രസമുണ്ട്, കാളൻ കറിയാണെന്ന് തോന്നുന്നു. മറ്റേത് സാമ്പാറും പിന്നെ ഉപ്പേരിയും അച്ചാറും പപ്പടവും ചോറും. അതിൽ വാങ്ങിച്ചതാട്ടോ. ഇവിടുത്തെ ഒരു പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പിനി വാങ്ങിച്ചു. കുഞ്ഞ് ടിപ്പിനി കേട്ടോ. അമ്മയും ചേച്ചിയും അച്ഛനും ലോലൊക്കെ റൂമിലോട്ട് പോയിട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വരുമ്പോഴാണ് ഇത് കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ വേഗം പാത്രവും വാങ്ങിച്ച് വരിക കേട്ടോ. കഷായ തീർത്തെന്നാണ് പറഞ്ഞു. ഓ അതിനുള്ള ക്യൂ ആട്ടോ, ആ കാണുന്ന ക്യൂ. ഈ ക്യൂ നിന്നിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ വരുന്ന വഴിക്കേനും ഈ പാനകത്തിൻ്റെ ഇത് ഞാൻ കണ്ടല്ലോ. അപ്പോൾ അതും കൂടി വാങ്ങി കുടിക്കുകയും ചെയ്ത് പിന്നെ ഇത്തിരി വെൽക്കുള്ള പാത്രത്തിൽ കൊണ്ടുവന്നതും കുടിച്ച് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അതിന് റെസ്റ്റ് എടുക്കാൻ പോവാണ്. വയ്യ, ഇന്ന് ഗുരുജാത്രി പോയ ക്ഷീണം. അപ്പോൾ ഇന്ന് നല്ലോണം ഒന്ന് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.